ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടന്റെയും പേര് പരാമർശിക്കുന്നില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ആരെ വേണമെങ്കിലും ഊഹിക്കാവുന്ന തിരക്കഥകളാണ് പലതും. അങ്ങനെ ഊഹിച്ച് ആരുടെയും ജീവിതം തകർക്കാൻ കഴിയില്ല. സർക്കാർ പരിഗണിക്കുന്നതും നടപ്പാക്കുന്നതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്താൻ ഇടത് സർക്കാർ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്നും ഒരാളെയും രക്ഷപ്പെടാൻ നീക്കമുണ്ടായിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സങ്കീർണമായ നടപടിക്രമം കൊണ്ടാണ് സർക്കാരിന് ഇത്രയേറെ വർഷമെടുത്തതെന്നും മന്ത്രി Q18 പറഞ്ഞു. കമ്മിറ്റി റിപ്പോർട്ട് നീണ്ടുപോകുക, ആ സമയത്ത് അതിനുശേഷം ഇപ്പോൾ നടപടികൾ കുറേയൊക്കെ അവസാനിപ്പിച്ചു എന്നുള്ള വിഷയങ്ങൾ വരിക, വകുപ്പും മന്ത്രിയും ഈ പറഞ്ഞ പോലെ എന്തോ പൊള്ളുന്നത് പിടിച്ചു എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉണ്ടായി. ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ഇത് പൂഴ്ത്തിവെച്ചോ, സർക്കാർ പ്രതിസന്ധിയിലായോ, ഇങ്ങനെയൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു പിന്മാറ്റം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ സമയത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യം ശ്രദ്ധിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുന്ന സമയം മുതൽ ഒരു പിന്മാറ്റവും ഞങ്ങളെ സംബന്ധിച്ചില്ല. ഞങ്ങൾ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉള്ളടക്കത്തിലേക്ക് പോയിട്ടേ ഇല്ല. കാരണം ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ല. ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഉള്ളടക്കത്തിലേക്ക് ഞങ്ങൾ പോയി. ഇപ്പോൾ സ്ത്രീ സുരക്ഷിതത്വം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അവർ എഴുതി വെച്ചിട്ടുണ്ട്. റിപ്പോർട്ട് അവരെഴുതിയേക്കുന്നത് പലരുടെയും അഭിപ്രായപ്പെടലുകളുടെ ഭാഗമായിട്ട്. അതിന് അവരുടെ തെളിവുണ്ടെങ്കിൽ അത് പോലീസ് പരിശോധിക്കണം. വളരെ പ്രധാനപ്പെട്ട ചില പേരുകളൊക്കെ ഉണ്ടായിരുന്നു. ആ പേരുകൾ പുറത്തു പോയാൽ അത് സർക്കാരിന് പോലും താങ്ങാത്ത വലിയ വിവാദത്തിലേക്ക് കിടക്കും. അതുകൊണ്ട് പേര് പുറത്തു വിട്ടില്ല ഇടത് സർക്കാർ എന്നുള്ള വിമർശനം ഉണ്ടായില്ലേ? അതിനുള്ള മറുപടി, ഇതിനകത്ത് ഒരാളിനെയും രക്ഷപ്പെടുത്തേണ്ട യാതൊരു കാര്യം ഞങ്ങൾക്കില്ല. കാരണം ഇത് പൂർണ്ണമായി കോടതിയുടെ നിരീക്ഷണത്തിൽ കോടതി വായിച്ച് കോടതിയുടെ മുമ്പാകെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ വന്നിട്ടുണ്ട്. സ്വയമേ കോടതിക്ക് ഇന്ന ആളിനെ പറ്റി പറയാം, കേസെടുക്കാം. അങ്ങനെ കോടതി പറഞ്ഞാൽ കേസെടുക്കാൻ ഞങ്ങളെതിരല്ല. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയത് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യം, ആരെ വേണമെങ്കിലും ഊഹിച്ചെടുക്കാം. പേരൊന്നുമില്ല, ഇതിനകത്തൊന്നും ആരുടെയും പേര് വന്നിട്ടില്ല. കുറേ തിരക്കഥകൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആരെ വേണമെങ്കിലും ഊഹിച്ചു പറയാം. പക്ഷെ നമുക്കങ്ങനെ ഊഹിച്ച് ഒരാളിനെ ജീവിതം തുടങ്ങാൻ പറ്റും. അപ്പം ഉള്ളടക്കത്തെക്കുറിച്ചല്ല, നിഗമനങ്ങളുടെ ഭാഗമായി, നിർദ്ദേശങ്ങളുടെ ഭാഗമായി നടപ്പാക്കേണ്ട കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നത്. ആ കാര്യം വളരെ ശക്തമായി ആദ്യം മുതൽ തന്നെ നമ്മൾ നോക്കി മനസ്സിലാക്കി. അതിന് 2-2.5-3 വർഷം എടുത്തു. കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല, വലിയൊരു ഒരു നടപടിക്രമം, ഞങ്ങൾ സങ്കീർണമായ ഒരു നടപടിക്രമം ഇതിൻ്റെ ഭാഗമായി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത്രയും ചർച്ചകളും അത്രയും തീരുമാനങ്ങളും നമുക്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ അന്തിമമായി കോൺക്ലേവ് വരുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത് കോൺക്ലേവ് അന്തിമ തീരുമാനമല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മുന്നോട്ട് വന്ന പരാതിക്കാരികൾ പലരും സമ്മർദ്ദം മൂലം പരാതി നൽകിയതാണെന്ന് മന്ത്രി സജി ചെറിയാൻ. മുന്നിൽ വയ്ക്കാൻ പലർക്കും ശരിയായ തെളിവുകൾ ഉണ്ടായില്ല. സർക്കാർ കൃത്യമായ സംരക്ഷണം ഉറപ്പുകൊടുത്തിട്ടും പരാതിക്കാരികൾ പിൻവാങ്ങിയത് തെളിവില്ലാത്തതുകൊണ്ടാണ്. പല കേസ് അന്വേഷണങ്ങളും അവസാനിച്ചത് പരാതികൾ സത്യസന്ധമല്ലാതിരുന്നതുകൊണ്ടാണെന്നും ബാലചന്ദ്ര മേനോനെതിരെയുള്ള പരാതിയടക്കം അങ്ങനെ കെട്ടിച്ചമച്ചതാണെന്നും മന്ത്രി Q18 തുറന്നടിച്ചു. മിനിസ്റ്റർ, പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SIT അന്വേഷണം പല കേസുകളിലും അവസാനിപ്പിച്ചു. പരാതിക്കാരികൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ ഈ പ്രതിഷേധവും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്ന സിനിമാ മേഖലയിലുള്ള അവർ തന്നെ വകുപ്പിനെയും സർക്കാരിനെയൊക്കെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? പിന്നെ പരാതി കൊടുക്കുന്നവർക്ക് പൂർണ്ണ പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് പറഞ്ഞു. ആ പരാതി കൊടുത്ത ആളുകൾക്ക് അവരുടെ പരാതിക്കകത്ത് എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്മേൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തു. പല കേസുകളിൽ FIR ഇട്ടു. പരാതി കൊടുത്തവരുടെ മുമ്പിൽ എവിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ അവർ പിന്മാറും. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലല്ലോ. പരാതി കൊടുക്കാൻ തയ്യാറുള്ളവർ പരാതി കൊടുക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അവർക്ക് പൂർണ്ണ സംരക്ഷണം ഗവൺമെൻറ് കൊടുക്കും. ചില പരാതികൾ ജെന്യൂൻ അല്ലാതെ വന്നു, അങ്ങനെ ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോയില്ല, അങ്ങനെ കരുതുന്നുണ്ടോ മിനിസ്റ്റർ? പരാതി കൊടുത്തതിനകത്ത് ഏതെല്ലാം സ്വാധീനങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ആളുകളെ പറ്റി പറഞ്ഞ പരാതിക്കകത്ത്, ബാലേന്ദ്ര മേനോനെ പറ്റി പറഞ്ഞ പരാതിക്കകത്ത് ഒരടിസ്ഥാനമില്ലെന്ന് ഇപ്പോൾ പറയുന്നില്ലേ. ബാലേന്ദ്ര മേനോനെ പറ്റി പോലുള്ള ഒരു വലിയ കലാകാരനെ പറ്റി, ഒരു പേര് ദോഷം കേൾക്കാത്ത ഒരാളിനെ പറ്റി ഇങ്ങനെ ആശയം വരുമ്പോൾ കേരളീയ സമൂഹം പെട്ടെന്ന് വിശ്വസിക്കുക. പക്ഷെ പിന്നീട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നത് പുറത്തു വരുമ്പോൾ നമുക്ക് സങ്കടമല്ലേ തോന്നുന്നത്. അപ്പോൾ എന്ത് സാഹചര്യത്തിനും ആരെപ്പറ്റിയും പറയുന്ന ഒരു കാലത്ത് ചിലപ്പോൾ അത്തരം സംഭവം ഉണ്ടാകാം. അതുകൊണ്ട് പരാതി ഉന്നയിച്ചതെല്ലാം ബോധപൂർവ്വമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പരാതി ഉന്നയിച്ചാൽ നല്ലൊരു ശതമാനം പരാതി ചിലപ്പോൾ ജെനുവിനുമായിരിക്കാം.
മലയാള സിനിമയിൽ പിടിമുറുക്കാൻ സംസ്ഥാന സർക്കാർ ഓഡിഷൻ മുതൽ ലൊക്കേഷൻ വരെ മലയാള സിനിമയിൽ മോണിറ്ററിംഗ് നടപ്പാക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണ്. ഇടത് സർക്കാർ അറിയാതെ ഇനി സിനിമാ ഷൂട്ടിംഗ് നടത്താൻ അനുവദിക്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. ലൊക്കേഷൻ, ഓഡിഷൻ വിവരങ്ങൾ ഇനി മുതൽ സർക്കാരിനെ നിർബന്ധമായും അറിയിക്കണം. സ്ത്രീ സുരക്ഷ പൂർണ്ണമായും ഉറപ്പുവരുത്തുന്ന സിനിമാ നയം 2 മാസത്തിനകം കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. ഇനി 2 മാസത്തിനുള്ളിൽ അങ്ങനെ ഒരു സിനിമാ നയം സംസ്ഥാനത്ത് വരുമാണെങ്കിൽ അത് ഇപ്പോഴുള്ള എന്തെല്ലാം പ്രവണതകളെ പരിപൂർണമായിട്ട് ഒഴിവാക്കുന്നതായിരിക്കും? ഏറ്റവും പ്രധാന സുരക്ഷിതത്വം, സ്ത്രീ സുരക്ഷിതത്വം 100% ഉറപ്പുവരുത്തും. അതിനകത്ത് യാതൊരു സംശയമില്ല. അതായത് ഒരു ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 2-3 മാസം അത് സംവിധായകനാണ് നിശ്ചയിക്കുന്നത് ഇവിടെ ഷൂട്ട് ചെയ്യണം. ആ സ്ഥലം നിശ്ചയിച്ചു കഴിഞ്ഞാൽ 100% സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ട്രാൻസ്ജെൻഡേഴ്സിന്, പ്രായമുള്ളവർക്കൊക്കെ സുരക്ഷിതമായി അഭിനയിക്കാനും തൊഴിൽ ചെയ്യാനും കഴിയുന്ന സംവിധാനം ഒരുക്കി പറ്റും. ഓഡിഷൻ സ്ഥലത്താണ് പലപ്പോഴും സെക്ഷൽ അബ്യൂസുകളൊക്കെ നടക്കുന്നതായിട്ട് പറയാറുള്ളത്. അത് ഈ ഷൂട്ടിങ്ങിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ്. ആരാണ് ഈ ഓഡിഷൻ നടത്തുന്നത്, ഏത് ഹോട്ടലിലാണ് എന്ന് പലപ്പോഴും പറയാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാരിന് ഇടപെടാൻ പറ്റുമോ? ഒരു സിനിമ ആരെടുത്താലും ഗവൺമെൻറ് അറിയണം. അതുകൊണ്ട് സിനിമ എടുക്കുന്നതിനെ നമ്മൾ നിയന്ത്രിക്കാൻ ആണെന്ന് കരുതരുത്. ഞാനതാ പറഞ്ഞത്, കിട്ടും മട്ടുമില്ലാതെ പോകാൻ പറ്റില്ല. ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വിധേയമായ സിനിമ എടുക്കാൻ പറ്റും. എവിടെയാണ് ലൊക്കേഷൻ, എവിടെയാണ് ഓഡിഷൻ നടക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജി, എന്താണ് പ്ലാൻ, അതെല്ലാം അറിഞ്ഞേ പറ്റും. അത് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള സംവിധാനം ഗവൺമെൻറ് ഏർപ്പെടുത്തും. ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും. ക്ലിയർ ആക്കാൻ അത് ഓഡിഷൻ, സിനിമയുടെ ഓഡിഷനിലും സർക്കാർ ഒരു മോണിറ്ററിംഗ് ഉണ്ടാകും. ഞാൻ പറഞ്ഞത്, ഒരു സിനിമ, ഇപ്പം ഞാനൊരു സിനിമ എഴുതാൻ തുടങ്ങുമ്പോൾ സിനിമ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടുന്നു. അത് റിലീസ് ചെയ്യുന്ന സമയം വരെയും അതിൻ്റെ മേൽ ഒരു കണ്ണ് ഗവൺമെൻറ് ഉണ്ടാകും എന്നത് 100% ഞാൻ പറയുന്നു. അങ്ങനെ കണ്ണില്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഏത് സമയത്ത് എന്ത് സംഭവിക്കാമല്ലോ. ഇപ്പോൾ തെറ്റായ ഒരു കാര്യം ഒരു കേന്ദ്രത്തിൽ നടക്കണമെന്ന് ഇപ്പോൾ ഷൂട്ടിംഗ് കേന്ദ്രത്തിൽ മാത്രമല്ല, അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് വരുന്ന ഒരു പെൺകുട്ടിയോട് അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളത് അംഗീകരിച്ചു, പക്ഷെ ഞങ്ങൾ പറയുന്നതിന് വിധേയമാകണം എന്ന് പറഞ്ഞാൽ തൻ്റെ ഗതികേട് കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം നടപ്പാക്കാൻ വേണ്ടി അവർ പറയുന്ന കാര്യത്തിന് വിധേയമായി പോകുന്ന മാനസികാവസ്ഥയിലേക്ക് എത്താൻ കഴിയുന്ന എത്രയോ സന്ദർഭങ്ങൾ ഇതിനിടയിൽ എപ്പോഴും ഉണ്ടാവില്ല. ഈ സന്ദർഭത്തിലൊക്കെ അവർക്ക് ആത്മവിശ്വാസവും ധൈര്യം കൊടുക്കും. അതിൻ്റെ ആവശ്യമില്ല.